ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങളോട് പൊതുവെ മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അക്കാര്യത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു ഈ മണിക്കൂറുകളിൽ എന്ന വാർത്തയാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. പ്രത്യേകിച്ച് റഫേൽ വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു ഇസ്രായേൽ സേന. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. റഫേൽ ഒരു സാമ്പിൾ ഡോസ് പോലെ അവർ ആക്രമണം നടത്തി 10-20 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷേ അമേരിക്കയുടെ ഒരു ശക്തമായ താക്കീതിൽ ഇപ്പോൾ വഴങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലും അവിടുത്തെ ജനങ്ങളെ ഒഴിപ്പിക്കാതെ ഇനിയൊരു അറ്റാക്ക് നടത്തരുത്, നടത്തിയാൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല എന്ന തരത്തിൽ പറഞ്ഞുവെന്നാണ് പുറത്തു വരുന്നത്. ആന്റണി ബ്ലിങ്കൻ US സ്റ്റേറ്റ് സെക്രട്ടറി അവിടെ ഇസ്രായേലിലുണ്ടായിരുന്നു. തുടർന്ന് ജോ ബൈഡൻ്റെ ഒരു പ്രഖ്യാപനവും US പ്രസിഡന്റിൻ്റെ ഒരു പ്രഖ്യാപനവും വന്നു. ഞങ്ങളിൽ നിന്ന് ആയുധം വാങ്ങുന്ന രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമം പാലിക്കണം, ഇല്ലെങ്കിൽ ഇനി സഹായം ലഭിക്കില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഭീഷണി കൂടി അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാവണം ഒടുവിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ സേനയോട് പറഞ്ഞിരിക്കുന്നു, 10 ലക്ഷത്തിലേറെ വരുന്ന റഫയിലെ അഭയാർത്ഥികളെ ഒഴിപ്പിക്കാതെ, അല്ലെങ്കിൽ ഗസയിലെ പലസ്തീനികളെ ഒഴിപ്പിക്കാതെ ആക്രമണം നടത്തരുത് എന്നുള്ള ഒരു താക്കീത് പോലെ ഒരു ശാസനം നൽകിയിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ ഒരുപാട് അവർക്ക് എതിർത്ത് മുന്നോട്ട് പോകാനാവില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക വെച്ചൊരു പദ്ധതി ഹമാസ് അംഗീകരിച്ചത്, പക്ഷേ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. പ്രത്യേകിച്ച് ബന്ദികളെ വിട്ടയക്കുന്നതും വെടിനിർത്തലൊക്കെ സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് ഇസ്രായേൽ കടുംപിടുത്തം പിടിച്ചത്. എപ്പോഴും ഇങ്ങനെ കടുംപിടുത്തം പിടിച്ച് മുന്നോട്ട് പോകാനാവില്ലെന്ന് ഇസ്രായേലിന് മനസ്സിലായി. എന്തായാലും അതിലാണ് റഫേലെ ആക്രമണം ആ തരത്തിൽ ആരംഭിച്ചിട്ടില്ല. പക്ഷേ മറ്റു മേഖലകളിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ശക്തമായിട്ട് തുടരുകയാണ്. ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മരണസംഖ്യ 28,000-ൽ എത്തിയിരിക്കുന്നുവെന്ന വളരെ സങ്കടകരമായിട്ടുള്ള വാർത്ത ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. അതിൽ കൊല്ലപ്പെട്ടവരിൽ 12,000-ലേറെ കുഞ്ഞുങ്ങളാണ്, പാലസ്തീനിലെ കുട്ടികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 8,000-ലേറെ സ്ത്രീകളുമാണ്. ഇപ്പോൾ 28,000 പേർ കൊല്ലപ്പെടുമ്പോൾ 20,000-ലേറെ സ്ത്രീകളും കുട്ടികളും എന്ന് പറയുമ്പോൾ നിരപരാധികളെ കൂട്ടക്കുരുതി നടത്തിയിരിക്കുന്നുവെന്ന ആരോപണം ശരിവെക്കുന്നതാണ്. ഇത് മാത്രമല്ല, അവിടെ പട്ടിണിയാണ്, പകർച്ചവ്യാധികൾ പടരുന്നു. ഇസ്രായേൽ സമ്മതിക്കാത്തത് കൊണ്ട് റഫയിലൂടെ ഈജിപ്ഷ്യൻ അതിർത്തി കടന്ന് ഭക്ഷണ സാധനങ്ങളോ മരുന്നുകളോ വരുന്നില്ല. വലിയ ദുരന്തമുണ്ടാകുന്ന ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഒരുപക്ഷെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ ഇറാഖിലും സിറിയയിലും അമേരിക്ക ആക്രമണം നടത്തുന്നു. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ ബന്ധമുള്ള ഷിയ സംഘടനകൾ ആക്രമണം നടത്തുന്നു. ഏറ്റവും ഒടുവിലായി ഹെസ്ബുള്ളയിലെ കമാൻഡറെ വധിച്ചു അമേരിക്ക ഡ്രോൺ ആക്രമണത്തിലൂടെ. അതിനെതിരെ ഇറാഖ് തന്നെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു, എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇതേ ഇറാഖ് സർക്കാർ പറഞ്ഞിട്ടാണ് അമേരിക്കയുടെ 2,500-ഓളം സൈനികർ ഇറാഖിൽ തങ്ങുന്നത്. ഇപ്പോൾ ഇറാൻ അനുകൂല ഷിയ സംഘടനകൾ ഇറാഖിലുണ്ട്. അവർ പറയുന്നത് അമേരിക്കൻ സേനയെ ഇറാഖിൻ്റെ മണ്ണിൽ നിന്ന് ഓടിക്കാതെ ഞങ്ങൾ ഇനി വിശ്രമിക്കില്ല എന്ന് പറയുന്നു. അമേരിക്കയാണെങ്കിൽ കൂടുതൽ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇറാഖിലും സിറിയയിലും. ഒപ്പം തന്നെ ഹൂതികളുടെ കേന്ദ്രമായ യമനിലും ആക്രമണം നടത്തുകയാണ്. അപ്പോൾ അമേരിക്ക പിൻവാങ്ങുന്നില്ല, അമേരിക്ക പിൻവാങ്ങിപ്പോകണമെന്ന ഒരു വാദവുമായിട്ട് ഇറാൻ ബന്ധപ്പെട്ട സംഘടനകൾ, ഇറാഖിലെ സർക്കാർ വിട്ടു പറയുന്നില്ല. പക്ഷേ അമേരിക്ക ഈ ഹിസ്ബുള്ളയുടെ കമാൻഡറെ ആക്രമിച്ചതിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു ഭാഗത്ത്, അതിൻ്റെ എക്സ്റ്റൻഷനായി സിറിയയിലും ഇറാഖിലും ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടക്കുന്നു. ഇതിനിടയിൽ ഇസ്രായേലി ടാങ്കുകൾക്കും സൈനികർക്കുമെതിരെ ഹമാസ് ശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. നിരവധി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്നുണ്ട്. ബന്ദികളുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. 136 ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കീഴിലുണ്ട്. അതിൽ 31 പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ തന്നെ അറിയിക്കുന്നുണ്ട്. എന്തായാലും 100ഓളം ബന്ദികളുടെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോഴും പറയാനാവുന്നില്ല. യുദ്ധം തുടങ്ങി ഏതാണ്ട് 4 മാസം കഴിഞ്ഞിട്ടും ബന്ദികളുടെ കാര്യത്തിൽ പകുതി ബന്ദികളെ നേരത്തെ വിട്ടയച്ചിരുന്നു. അത് ഒരാഴ്ചത്തെ വെടിനിർത്തലിനിടയിലാണ്. ബാക്കിയുള്ളവരാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. അവരെവിടെയാണെന്ന് പോലും കണ്ടെത്താൻ ഇസ്രായേലി സൈന്യത്തിന് കഴിഞ്ഞിട്ടുമില്ല.